പാങ്കോങ് ലേക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മളിവിടുന്ന് നേരെ ലേ വഴി മണാലിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ചാങ്ലാല പാസൊക്കെ വഴിയാണ് നമ്മൾ ലേയിലേക്ക് പോകുന്നത്. ഖാദുംഗ്ലയുടെ അത്രയും തന്നെ ഹൈറ്റിലുള്ള ഒരു പാസ്സാണ് കേട്ടോ ഈ ചാങ്ലാല. അതൊക്കെ കടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ചെറിയ വെള്ളം കേട്ടോ, പക്ഷേ ഇതിനകത്ത് ഐസ് ഒട്ടും ഉരുകിയിട്ടില്ല കേട്ടോ. ഇവിടെ എന്തോ ചായക്കടയോ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ പാങ്കോങ് ലേക്കിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിങ്ങനെ ചാങ്ല പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല മഞ്ഞുമലകളും അടിയിലൊക്കെ പുല്ല് വളർന്നു വരുന്നു. നല്ല ഭംഗി. ലേയിൽ നിന്നും പാങ്കോങ് നദിയിലേക്കുള്ള വഴിയാണിത്. മുമ്പിൽ കാണുന്ന ആ കട്ട ഐസുള്ള ഭാഗമാണ് ചാങ്ല പാസ്. ചാങ്ല പാസ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വണ്ടിക്കും പിടിച്ച് വലിയുന്നില്ല. എല്ലാം പവറിനകത്ത് നോക്കിയാണ് ചാങ്ല പാസിന്റെ ടോപ്പിലേക്ക് എത്തുന്നു. 5300 മീറ്റർ, ഏകദേശം 5.25 കിലോമീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ. റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിന് വീതി കൂട്ടി പണിയാണ്. പഴയ പോലെ ഒന്നുമില്ല. ടൂറിസ്റ്റുകളുടെ എണ്ണങ്ങൾ വളരെ കൂടി, അതിനനുസരിച്ച് വണ്ടികളുടെ എണ്ണം കൂടിയതോടുകൂടി ഇപ്പോൾ റോഡിന് ഭയങ്കര വീതിയുടെ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ റോഡ് വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുക. 1-2 വർഷത്തിനുള്ളിൽ പണി കഴിയുമായിരിക്കുമല്ലോ. കാരണം ഇവിടെ ഈ 3-4 മാസമല്ലേ പണി നടക്കുള്ളൂ. ബാക്കി മുഴുവൻ ഇങ്ങനെ മഞ്ഞിൽ മൂടി കിടക്കില്ല. അതുകൊണ്ട് പ്രശ്നം പെട്ടെന്നൊന്നും തീരില്ല.
ഈ പണിക്കാരെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടിയായിട്ട് ഇരുന്നിട്ട് തന്നെ എന്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇത്രയും മുകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ ഇത്ര കുറവുള്ള ഈ സമയത്തൊക്കെ ഇവരിതുപോലെ പണിയെടുക്കണമെങ്കിലേ സമ്മതിക്കണം. അതിൻ്റെ ഇത് ശരിക്കുള്ള ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഇതിലൊന്ന് വന്ന് നടന്നു നോക്കണം. ഒരു 50 മീറ്റർ നടന്ന അന്നേരം നമുക്ക് ചങ്കിനൊക്കെ ഭയങ്കര കഴപ്പും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ഇവിടെയൊക്കെ എത്ര ഹൈറ്റിലാണ് ഐസ് നിൽക്കുന്നത്. ചങ്ല പാസിന്റെ ടോപ്പ് എത്തിയിട്ടാ. എന്താ ഭീകരത. ചങ്ല പാസ്. ചങ്ങനാശ്ശേരിയുടെ ഫോട്ടോ എടുക്കണ്ടേ? എത്രയും പേരും താഴെ എത്താൻ വേണ്ടി ഞാനൊരു ശ്വാസം വലിച്ചു വിടും. കേട്ടുമ്പോൾ വെള്ളം കൂടിയല്ലേ വരുള്ളൂ, വേറെ സാധനങ്ങൾ കൂടിയിട്ട്. നമ്മളെ ഇതുണ്ടോ ഒരു വാട്ടർ ക്രോസിങ് വരാണ്. വലിയ സ്ട്രോങ് വാട്ടർ ക്രോസ്. നോക്ക്, വലിയ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമല്ല, വെള്ളം ഒഴുക്കും. ഒരു വെള്ളം ഒഴുക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ഇനി ക്രോസ് ചെയ്യാൻ പോകുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ളാകും. ഇന്നിപ്പം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പകല് പോണ വെള്ളം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇരട്ടി വെള്ളം വരും. മിക്കവാറും റോഡൊക്കെ ബ്ലോക്കാവും. ഇപ്പോൾ വണ്ടികളൊക്കെ റിസ്ക് എടുത്താണേലും പോകുന്നുണ്ട്. ബൈക്കാരൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ബൈക്കാരുടെ പുറത്ത് കൂടെ പോകണം. ഒരു ബൈക്കാരനെ പറന്നു വന്നിട്ടുണ്ട്. ലോറിക്കാരനെ നിർത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ട്. ലോറി വരെ സ്ലിപ്പാണ്. മോളിക്കൂടെയാണ് രാത്രി കാറ് കാർ തട്ടിയതാണ്. കാറുകാരൻ മോളിൽ കൂടെ ബമ്പർ പൊട്ടിയിട്ടോ. गेट पिടിക്കണം കേട്ടോ. ऊपर ऊपर से जाना, थोड़ा दबा के जाना, ठीक है? इस खड्डे में नहीं आना, बीच में, ठीक है? थोड़ा ऊपर से जाना, ठीक है? थोड़ा दबा के जाओ, यहाँ से दबा के जाओ, ऊपर से जाना, बीच के वाला खड्डे में. മുകളിലേക്ക് ഓരോ പിടിക്കാത്ത നോട്ടാന്നാ പറയുന്നത്.
ഇങ്ങോട്ട് വാ, എനക്ക് വേണം ഒന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പം പിന്നെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 500-ന്റെ ഒരു 5-6 നോട്ട് എടുത്ത് കൊടുത്ത്. 6 നോട്ട് എടുത്ത് കൊടുത്തിട്ട് 6 നോട്ടങ്ങാണ്ട് എടുത്ത് കൊടുത്തിട്ട് നീ നോക്കുന്നു പറഞ്ഞു. അത് പറഞ്ഞത് ഖുർആന്റെ ഒക്കെ അടുത്താ വെച്ചേക്കുന്നേ. ഇത് കിട്ടിയ ലക്കാ നമ്മുടെ. നീ ഒരു കാര്യം ചെയ്യ് കൊണ്ടിട്ട് ഒരു ATM മെഷീനിൽ ഇട്ട് നോക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി കഴുകുന്ന ടെക്നോളജിയാണ്. വളരെ മുകളിൽ നിന്ന് വെള്ളം വരുന്നു, കഴുകുന്നു. ആ വൈപ്പറൊന്ന് ഓഫ് ചെയ്താൽ പോവും. ഈ ചില്ലും കയറ്റിയിട് എൻ്റെ മേത്ത്. ലേശം കൂടെ കിട്ടും. നമ്മൾ ലേയിൽ നിന്നും മണാലിയിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ പാസ്സാണ് കേട്ടത് തങ്ലാല. അതിൻ്റെ അടിവാരത്തിലാണ് തങ്ലാല പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിവാരത്തിൽ തന്നെയുണ്ട് ഐസ് ഉരുകാൻ ഇനിയും ബാക്കി. മുകളിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് ഐസ് ഉണ്ടാവും. തങ്ലാല പാസിലേക്ക് ഇനി 22 കിലോമീറ്റർ ഉണ്ട്. മുഴുവൻ ഇനി അങ്ങോട്ട് കയറ്റമാണ് കേട്ടോ. ചുരം സ്റ്റാർട്ടിങ്. മുകളിലേക്ക് നോക്ക്, ചുരങ്ങൾ കയറി കയറി പോണേ. തങ്ലാ പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ലാല പാസിലേക്ക് എത്തിയപ്പോഴത്തേക്കുണ്ട് ഫുള്ള് സെക്യൂരിറ്റിയാണ്. നമുക്ക് പട്ടാളത്തിന്റെ സെക്യൂരിറ്റി കണ്ടോ, അങ്ങനെ നീളത്തെ സെക്യൂരിറ്റി. പുറകിലുണ്ട് അതുപോലെ സെക്യൂരിറ്റി. അതെ, അത് ചില്ലറ വണ്ടികളുടെ ഒന്നല്ല, ഒരു 10-50 വണ്ടിയെങ്കിലും കുറഞ്ഞതുണ്ട്. അങ്ങനെ ഇവിടെ വിടുള്ളൂ. ഒരു നമ്മളെ പോലെ കേരളത്തിൽ നിന്ന് വരുന്നവരെ സ്പെഷ്യലാ. കാരണം മാറു വിചാരം നമ്മൾ തീവ്രവാദികളാണ്. കേരളക്കാരൊക്കെ തീവ്രവാദികളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. കഥകൾ കൈമാറും അനുരാഗമേ. തങ്ലാല പാസിലെ എത്തുന്നേ ഉള്ളൂ, പക്ഷെ നല്ല സ്നോയാണ്. ഇതിനേക്കാൾ എത്രയോ ടയർ പൊട്ടിയപ്പോഴാണ്, ടയർ പൊട്ടുന്ന വെച്ച കേട്ടപ്പോഴാണ് ഞാൻ മുകളിലൊന്നും എത്തിയത് അറിഞ്ഞേ ഇല്ല. ഇതേ ഓൾ വീൽ ഡ്രൈവ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അങ്ങ് മോളിൽ ഇതൊക്കെ ഇവർക്ക് പണി കിട്ടിയ. അയ്യോ പാവങ്ങൾ, ഇവർക്ക് പണി കിട്ടിയ. ലോറിക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു. അത് ഈ ഇത്രയും 5300 അടി മുകളിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെറുതായിട്ട് ശ്വാസം മുട്ടിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട്. 1300 അടിയല്ല, 1300 മീറ്ററാണോ അടി എന്നാ പറഞ്ഞേ? സോറി, 5300 മീറ്ററാണ് കേട്ടോ. ഏതാണ്ട് ഇവിടുത്തെ പാസുകളൊക്കെ ഏതാണ്ട് 5000-ന് മുകളിലാണ് കേട്ടോ. 5.5 കിലോമീറ്റർ. ശരിക്കും ഒരു 5000 മീറ്റർ ഹൈറ്റ് കടന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ശരിക്കും ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം, ശ്വാസം മുട്ടും തലവേദനയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം തലവേദന ഇല്ലായിരുന്നോ നിനക്ക്? എനിക്കെന്നാ ഗ്യാസ് അതൊക്കെ ഓരോന്നായിട്ടാണ് വരല്ലേ. കുറച്ചുകൂടെ മുകളിൽ എത്തിക്കോട്ടെ, പാസിലേക്ക് എത്തിയില്ലല്ലോ. നേരെ കാണുന്നതാണ് തങ്കല പാസ്. താഴെ നമുക്ക് പട്ടാള വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. 5300 മീറ്റർ ഹൈറ്റിലാണ് കേട്ടത്. ഇവിടെ ഇങ്ങനെ ഈ തെങ്ങല പാസിൻ്റെ ടോപ്പിലേക്ക് എത്തിയപ്പോഴത്തേക്ക് റോഡാകെ നശിപ്പിച്ചായി. കുറച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ എടുത്തു. നല്ല കറുത്ത മണ്ണാട്ടോ, അടിപൊളി. പട്ടാള വണ്ടി വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കോളൂ. ഇവിടെ ശ്വാസം അങ്ങനെ തങ്ങല പാസ് പട്ടാളക്കാർക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് വേഗം പോവാം. പോരെ എൻ്റെ അമ്മ. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കേട്ടോ. ഓ തങ്ങല പാസ്. ഇങ്ങനെ അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും ഒക്കെ ഫുള്ള് മലകളിങ്ങനെ താഴെ കാണാം. 5300 മീറ്റർ, അതായത് 17482 ഫീറ്റ്. 17482 ഫീറ്റ് തങ്ല ടോപ്പ്. നല്ല നിരന്ന റോഡാട്ടോ. നല്ല കുന്നുകൾക്കിടയിലെ ഒരു സമതല പ്രദേശം. എത്ര കിലോമീറ്റർ ആയില്ലേ ഈ സാധനം? വല്ലാത്ത വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ നേരത്തെ റോഡ് കണ്ടപ്പോൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എയർപോർട്ട് ഉണ്ടാക്കാം. ഇവിടുത്തെ മെയിൻ യാത്രക്കാരാണ് ഈ പോകുന്നത് കേട്ടോ. ബൈക്കേഴ്സ് ഇഷ്ടം പോലെ. വീടാട്ടെ, ഒരു വില്ലയാട്ടെ, അല്ല ഒരു വില്ലേജ് ആട്ടെ, ഒന്നുമില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും വെറും മരുഭൂമി. ഇത് മണാലിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കോൾ ഡെസേർട്ട്. ഒരു വന്യമൃഗങ്ങളെയോ ഒരു സാധനത്തിനും കാണാനില്ല. 4 വന്യമൃഗങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ കളറില് രൂപത്തിൽ ഉള്ള മലകൾ ഇഷ്ടം പോലെ കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. അല്ലാതെ മൃഗങ്ങളെയോ വേറെ ഒന്നും കാണാമെന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ മഞ്ഞ് നിറഞ്ഞ മലകൾ, മഞ്ഞ് പുതച്ച മലനിരകളും. ഒരേ നിരപ്പിൽ നല്ല റോഡാണ് പാങ്ങിലേക്ക് എത്തുന്നത് വരെ. പക്ഷെ റോഡ് ടാറിങ് ഒരു ലെവലിംഗ് ഇല്ല, ഭയങ്കര ജമ്പിങ്ങാണ്. നമ്മൾ കുറേ നേരമായിട്ട് ആ മുകളിൽ കാണുന്ന ആ ലെവൽ സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം അതൊരു സമതല പ്രദേശമായിരുന്നു, കിലോമീറ്റർ കണക്കിന്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു
താഴ്വാരം ദാ ഇങ്ങനെ ഇടിഞ്ഞങ്ങ് ഇറങ്ങുന്നു. ഇത് തന്നെ കിലോമീറ്ററോളം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു നേരെ ഒരു നദിയിലേക്ക്. ആ നദിയുടെ വക്കിലുള്ള ഇത് നോക്ക്, എന്താ രസം നോക്ക്. അടിപൊളി അടിപൊളി സൂപ്പർ. ഒരു പ്രത്യേക ഭൂപ്രകൃതി കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞുമലയും അടിപൊളി. ഇത് പാങ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, പാങ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ പാങ്ങിലേക്ക്. സൂപ്പർ അടിപൊളി ഒരു കാഴ്ച. വീഡിയോ എടുത്തൊന്ന് ഈ മൊബൈലൊന്നും ഇത് കാണിക്കാണ്. അപ്പോഴേക്ക് നല്ല വലിയ സമാധാനമാണ്. ഇവിടെ സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ രാജാക്കന്മാർ, പഴയ കാശ്മീർ രാജാക്കന്മാരുണ്ടാക്കിയ സ്തൂപങ്ങളാണ്. രാജാക്കന്മാരുണ്ടാക്കിയത്. രാജാക്കന്മാരുണ്ടാക്കിയത് നമുക്കറിയാം. ശരിക്കും നമ്മളെ ലേക്കിനത് ഓർത്താൽ മതി. ഇങ്ങോട്ടുള്ള കുറച്ച് ഓടിക്കാം. ഇതൊക്കെ നോക്കൂ, വെള്ളത്തിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ. അതിൻ്റെ താഴെ വലിയൊരു പട്ടാള ക്യാമ്പ്. കുഴി കൊണ്ടി ഹെലിപ്പാഡും സെറ്റപ്പും ഒക്കെ ഉണ്ട്. വലിയൊരു സെറ്റപ്പാണ് കേട്ടോ. ബൈക്കേഴ്സിനൊക്കെ റിസ്ക് കേട്ടോ ഇവിടെ. അവിടെ പട്ടാള ക്യാമ്പുണ്ടായിരുന്നു. അവിടെ പട്ടാള ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. വലിയ പട്ടാള ക്യാമ്പ് താഴെ കാണാൻ കാണാൻ നിങ്ങൾക്ക് പോകാം. അതിനുള്ളിൽ കൂടെ പോണേ. അവിടെ കണ്ടോ താഴോട്ടിറങ്ങി മലയിലൊക്കെ താഴോട്ടിറങ്ങി. അമ്മ ടയറൊന്നും ഇല്ലാതെ ഇറങ്ങുന്നുണ്ടോ വണ്ടി. അപ്പൊ അടുത്തൊരു പാസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നക്കീല പാസ്. ഷക്കീല നക്കീല. പിന്നെ വേറെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അല്ല കുഴപ്പമില്ല. ഇതൊക്കെ വൈകിട്ട് വെല്ലുവിളിയല്ല. ഇത് വൻവെള്ളമായിരിക്കും. എനിക്കൊന്ന് ഈ അടവ് തെറ്റിയതും CC അടവ് തെറ്റിയ വണ്ടികളൊക്കെയാന്ന് തോന്നുന്നു ആൾക്കാർ ഇതിലെ കൊണ്ടുവരുന്നത്. വഴി അടിപൊളി വഴിയല്ലേ നോക്ക്. മാറ്റി അതെന്താ പറ്റിയത്? ടയർ ഒരു ഊരിട്ട് ഓടുന്നുണ്ട്. ഇത് ഈ കട്ടോണ്ട് വരുന്ന അമ്മായിയപ്പന്റെ വണ്ടിയും അളിയന്റെ വണ്ടിയും ഒക്കെ ആയിട്ടാണ് തോന്നുന്നു ശ്രീധനം കിട്ടിയതൊക്കെ. ആശ എടുത്ത് മേടിച്ചിരുന്നു ആരും ഈ വഴി വരികയല്ലേ. ഇന്നലെ കേട്ട കയറിപ്പോ വ്യാപാരത്തി പിണ്ടുണ്ടായില്ലോ ഇറങ്ങിക്കോട്ടെ. അല്ലാതെ രക്ഷയില്ല. ചങ്ക് കത്ത് നമുക്കത് വേദനിക്കുന്നല്ലേ, നമുക്കത് വേദനിക്കുന്നു. പക്ഷെ എടുക്കാം ഈ റോഡൊന്നും ഈ വണ്ടിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത റോഡാണ്. അടി തട്ടില്ല. ഇത് നമ്മളറിയായിരുന്നു, നമ്മൾ പോരുമില്ലായിരുന്നു. ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. ഇതുകൊണ്ടാണ് ഇതിലൊന്നും പിന്നെ 4 വീലാണെങ്കിൽ പോലും ബെൻസും BMW ഒന്നും ഒറ്റ വണ്ടി കണ്ടോ ഓട്ടോമാറ്റിക് ഓഫാ. നക്കീല നമ്മളുടെ പരാതി ഇവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പിന്നെ ഈ ഒരു മുനി ഉണ്ടായിരുന്നു, മുനി കന്യക. അവള് ശപിച്ചിട്ടാണ് ഈ പാറയ്ക്ക് ഇങ്ങനെ നക്കീല. കേറി പോകുന്നവരല്ലേ. മുപ്പത്തിരണ്ട് താഴെ എത്തുമ്പോ ചിലപ്പോ 3. എന്തിനാ മനുഷ്യ ഇത്രയും നമ്മള് ഇത്രയും കൂടി എടുത്തതല്ലേ ഇത് മുഴുവൻ ഇത് തന്നെയല്ലേ കിടക്കണേ. ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത് ഒരു നാഷണൽ ഹൈവേ ആണല്ലോ എന്ന് ഓർക്കും. പിന്നെ പോയിട്ട് ഇതിലൊക്കെ ഓഫ് റോഡ് യാത്രയിലൊക്കെ പങ്കെടുക്കാമല്ലോ.
മണഗുണേ മണഗുണേ കിലോമീറ്റർ കുറയില്ല കേട്ടോ. ദൂരം പിന്നിടുന്നതാവണം. 69 കിലോമീറ്റർ പോയിട്ട് ഒരു മല കയറാണ്. അതുവരെ ചമതലത്തിൽ കൂടെ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. 5 മണിക്കൂർ ഇവിടെ തന്നെ പറയാം. വെള്ളത്തിന്റെ ക്യാമറ തടാകത്തിന്റെ മുകളിൽ കണ്ടോ ഐസ് കിടക്കുന്നത്. വേഗം കടന്നു പോകണം. മൊത്തം ഫ്രീസായി കിടക്കണം കേട്ടോ. കണ്ട വലിയൊരു തടാകം പോലൊരു ഭാഗമാണ്, മൊത്തം ഫ്രീസായി കിടക്കുന്നു. വണ്ടിയേക്കാൾ കഷ്ടപ്പാട് നമുക്കല്ലേ. ഓരോന്നും വരുമ്പോ ബലം പിടിക്കുന്നത് ഏറ്റുന്നത്. നമ്മളിങ്ങനെ ബലം പിടിക്കുന്നതുകൊണ്ട് ഇത് ഓടുന്നതാണ് നമ്മുടെ ഓർമ്മ. ഹിമാചലിന്റെ മോൾ ഭാഗം ഇങ്ങനെ കിടക്കും. പുഴയിലൊക്കെ വെള്ളം കൂടി എത്തുന്നൊന്നും അറിയത്തില്ല. പോകും. എന്നാലും ഭീകരദർശനം നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയില്ലായിരുന്നു അല്ലേ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നു. 9 ദിവസം കൊണ്ട് മഞ്ഞ് കണ്ടു. അതെടുക്കാൻ വരെ ആരും വന്നില്ല അല്ലേ. ഇച്ചിരി ഇങ്ങോട്ട് കിട്ടിച്ചേ. അവിടെ സൈഡ് ആക്കുമല്ലോ. 4000 നമ്മളങ്ങോട്ട് പോയാൽ രക്ഷപ്പെട്ടു. ആ ലോറി പോവാതിരിക്കണം. ആ ലോറി ചവിട്ട്. മറ്റേ ഒരെണ്ണം കൂടി ഉണ്ടോ ലോറി വന്നു. ഇഷ്ടംപോലെ കിനാപ്പുണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോ എടുക്കാൻ സെറ്റുകാരൻ്റെ ഒക്കെ അവസ്ഥ ഇതൊക്കെ മാറിക്കോളും. നമ്പറൊക്കെ വേറെ മാറ്റിക്കൊണ്ട് പോകേണ്ടി വരും. നെറ്റൊക്കെയായി. നെറ്റ് വന്നോ? ജീവൻ വെച്ചില്ല. അപ്പാ വിശേഷം? നല്ലതായിട്ടിരിക്കുന്നു. ഞാനൊരു ചെറിയ ആയിരുന്നതിലാണ്. എവിടെയാ? കാശ്മീർ. നമുക്ക് വെൽക്കം എനിക്ക് പോയാൽ മതി. എപ്പോഴത്തേക്കിന് കിട്ടും. എന്നൊക്കെ വിളക്ക് എഴുതിയിരിക്കുന്നത് വായിക്കണം. ഓടിട്ട് ഫോട്ടോ എടുത്തിട്ട് വായിക്കാം. ടെമ്പറേച്ചർ 29. നൈസ് വെതർ. ബ്രിഡ്ജ് അല്ല, ഇത് ഏതാ നദി എന്ന് പറ? ഇത് സിന്ധു നദി. സിന്ധുവാണോ ബിന്ദുവാണോ? ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ താമസിച്ചാലോ? മറ്റേ സാധനം കിട്ടുമോ? അല്ല, നമുക്ക് പോകുന്നിടത്തോടെ പോവാം. രാവിലെ ഒരു ചായ. ഞങ്ങൾ താമസിച്ച ഒരു ഹോം സ്റ്റേ ആണ്.
കിലോങ്ങിനടുത്ത്, ജിസ്പയ്ക്കും കിലോങ്ങിനും ഇടയിൽ ഒരു ഹോം സ്റ്റേയിലാണ് ഇത് താമസിച്ചത്. നല്ല വുഡൻ കൊണ്ടുണ്ടാക്കിയ നല്ല ഹോം സ്റ്റേ. റൂമിന് 1250 രൂപയാണ് റെൻറ്റ്. ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. ലഡാക്കിൽ നമ്മൾ കണ്ടതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോൾഡ് ഡെസേർട്ടായിരുന്നെങ്കിൽ ഹിമാചലിലേക്ക് വരുമ്പോൾ കാര്യങ്ങളാകെ മാറി കേട്ടോ. നല്ല മരങ്ങളും ചെടികളും പൂക്കളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു നല്ല ഗ്രീനിഷ് ആയിട്ടുള്ളൊരു പ്രകൃതിയാണ്. ഇപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ലഡാക്കിലെ പോലെയുള്ള ഒരു ഡ്രൈ ലാൻഡ് അല്ലല്ലോ. ഇതുപോലെ കുറച്ച് ഗ്രീനിഷ് ചെടികളും പുല്ലുകളും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് കുറേ കൂടെ നമുക്കൊക്കെ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടുക. ഓരോ വീടുകളിലേക്കും ഓരോ ഹോട്ടലുകൾ, ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഓരോ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടേക്കുള്ള വഴികളാണ് വളഞ്ഞ് 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 ചുരം പോലെ കയറി പോകുന്നതുണ്ടോ. അതുണ്ട് താഴെ കണ്ടോ ഹോട്ടലുകൾ. എൻ്റെ മുകളിൽ ഹോട്ടലുണ്ട്. അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോം സ്റ്റേ. ഇവിടെയൊക്കെ പലയിടത്തും റോഡുകൾ തന്നെ ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അപ്പുറത്തെ ഇങ്ങനെ പോയി ആ സൈഡിലേക്കൊക്കെ ഉള്ള വീടുകളിലേക്കും ഒക്കെയുള്ള വഴികളൊക്കെയാണ്. പലയിടത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മഴ കഴിയുമ്പം പല വീടുകളും പല ഭാഗങ്ങളും ഒറ്റപ്പെട്ടു പോകും. ഏറ്റവും മുകളിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകൾ. ഇപ്പം അല്പം കോടയുണ്ട്, മഴക്കാറുമുണ്ട്, മേഘങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ 7 മണിയുടെ ദൃശ്യമാണിത്. അതിൻ്റെയൊക്കെ മുകളിൽ കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് വീടുകൾ ഉണ്ടോ. അവിടെയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു. ഇതൊക്കെ മഴക്കാലത്ത് എല്ലാം ഇടിഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ. സ്നോ വരുമ്പോഴൊക്കെ അവിടത്തേക്ക് അവസ്ഥ എന്തായിരിക്കും? നമ്മൾ രാത്രി ഇതിനെ കടന്നു പോയാൽ ഇതെല്ലാം മിസ്സായി പോകും. അങ്ങനെ നമ്മൾ മണാലി എത്താനായി. ഇനിയിപ്പോൾ കീലോങ്, പിന്നെ പ്രസിദ്ധമായ നമ്മുടെ അടൽ ടണൽ, അത് കഴിഞ്ഞാൽ പിന്നെ മണാലി. അപ്പോൾ നമുക്ക് മണാലിയിലെ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. മഴ കൂടുതൽ